പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊക്കെ ചാനൽ ഫ്രീസ് ആയതിനു ശേഷമാണ് അൺഫ്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഓട്ടം ഓടുന്നത്. പക്ഷെ ചാനലൊക്കെ ഫ്രീസ് ആകാനുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ ചാനൽ അൺഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ചാനൽ അൺഫ്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നതിന് മുന്നായിട്ട് തന്നെ ചാനൽ ഫ്രീസ് ആകാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ആദ്യമേ നോക്കുന്നത്. ഈ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ചാനലിൻ്റെ കാറ്റഗറി അല്ലാത്ത കുറേ വീഡിയോകളൊക്കെ കാണും നമ്മുടെ ചാനലിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചാനലിലുള്ള വീഡിയോകൾ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിനായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ചാനൽ ഫ്രീസ് ആവും. അപ്പോൾ അങ്ങനെ ഫ്രീസ് ആകുന്നത് അത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ കുറേ അധികം വീഡിയോകൾ നമ്മൾ ഒന്നിച്ച് തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു കാരണവശാലും യൂട്യൂബ് ഒരു കാരണവശാലും നമ്മുടെ ചാനലുകൾ ഫ്രീസ് ചെയ്യിക്കാറില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിനായിട്ടുള്ള കാര്യം ഇതാണ്. അതായത് 50ക്ക് മുകളിൽ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 50ക്ക് താഴെയായിട്ടുള്ള ഇൻകം യൂട്യൂബിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും യൂട്യൂബ് ഇങ്ങനെയുള്ള ഒരു ഇത് ചെയ്യാറില്ല. കാര്യം നിന്ന് ഫ്രീസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല. അത് ഫ്രീസ് ആകുന്നതിന് കാര്യം എന്താണ്? അത് നമ്മൾ തന്നെ ചെയ്യുന്ന ചില തെറ്റുകൾ കാരണമാണ് അത് ഫ്രീസ് ആകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫ്രീസ് ആകും. കാര്യം ഒരുപാട് വീഡിയോകൾ ഡിലീറ്റ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അതിൽ ഉണ്ടായിരുന്ന വാച്ച് ടൈം അതെല്ലാം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കുറയുന്നത് കാരണം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും കുറേ അധികം വീഡിയോകൾ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഇപ്പോൾ 1-2 വീഡിയോ ഒക്കെ ഒരു മാസത്തിൽ 1-2 വീഡിയോ ഒക്കെ ഒരു വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷെ കുറേ അധികം വീഡിയോകൾ നമ്മൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പം ചാനലിൻ്റെ പേരൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. പലരും വിചാരിക്കും ചാനലിൻ്റെ പേര് മാറ്റുന്നതിന് ഒരു കുഴപ്പമില്ല, അങ്ങനെയുള്ള ഓപ്ഷൻ കൊണ്ട് മാറ്റാനും കഴിയും. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പെട്ടെന്ന് ചാനലിൻ്റെ ഒരു 1-2 മാസത്തിനുള്ളിലായിട്ട് 1-2 പ്രാവശ്യം ഇങ്ങനെ ചാനലിൻ്റെ പേരൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമ്മുടെ വീഡിയോസ് നമുക്ക് സബ് ചെയ്യാതെ അവർ നമ്മുടെ ചാനലിൻ്റെ പേര് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അവർ വീഡിയോ കാണുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നവർ പെട്ടെന്ന് ചാനലിൻ്റെ പേര് നമ്മൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മുടെ വാച്ച് ഇതൊക്കെ കുറയും. അങ്ങനെ ഒരുപാട് പേരിങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മുടെ വീഡിയോകളൊക്കെ കാണാറുണ്ട്. സബ് ചെയ്യാതെ തന്നെ വീഡിയോകൾ കാണുന്നവർ ഒരുപാട് പേരുണ്ട്. ചാനലിൻ്റെ പേര് മാത്രം സെർച്ച് ചെയ്തിട്ട് ചെയ്യുന്നവരുണ്ട്. ആ സമയം നമ്മുടെ ഇതെല്ലാം വാച്ച് ടൈം ഇതെല്ലാം കുറയും. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മുടെ കാറ്റഗറി അല്ലാതെ മറ്റു പലതരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അതായത് അങ്ങനെ ഒരുപാട് വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ചാനലിലുള്ളവർ എങ്ങനെയുള്ളവരാണ്? നമ്മുടെ ഇപ്പോൾ ടെക് ചാനലിലാണെന്നുണ്ടെങ്കിൽ ടെക് പരമായിട്ടുള്ള വീഡിയോ കാണുന്നവരാണ് നമ്മുടെ ചാനലിൽ സബ് ചെയ്തിട്ടുള്ളവർ. അപ്പോൾ അവരൊക്കെ എന്താണ് അങ്ങനെയുള്ള വീഡിയോകളെ കാണത്തുള്ളൂ. അപ്പോൾ അല്ലാതുള്ള വേറെ എന്തെങ്കിലും വേറെ ചില കുക്കിങ്ങോ വേറെ പല തരത്തിലുള്ള വീഡിയോകൾ ചിലപ്പം ചെയ്യും നമ്മൾ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അവർ ആ വീഡിയോകളൊന്നും അങ്ങനെ കാണത്തില്ല. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നമ്മുടെ കാറ്റഗറി അല്ലാത്ത വീഡിയോ ചെയ്ത് കഴിഞ്ഞാലും ഇതേമാതിരി ഫ്രീസ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ആരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രീസ് ആകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഫ്രീസ് ആകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് നമ്മുടെ കാറ്റഗറി അല്ലാത്തതൊക്കെ നമ്മൾ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ചാനൽ കൂടുതൽ വീഡിയോകൾ ഒരേ സമയം തന്നെ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇത് ചാനലിൻ്റെ പേരൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ചാനലിൻ്റെ പേരൊക്കെ മാറ്റാതിരിക്കുക. ചാനലിൻ്റെ പേര് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയാണ് താനും നമുക്ക് വേറെ പേരുകൾ സെർച്ചിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ പേരുകളൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ മാറ്റിയാലേ പറ്റുള്ളൂ. അപ്പോൾ മാറ്റാം. പക്ഷേ അത് അടുപ്പിച്ചടുപ്പിച്ച് കൂടുതൽ പേരുകൾ മാറ്റി ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പലർക്കും ഇതെങ്ങനെ സെർച്ചിങ്ങിൽ വരത്തില്ല. അങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ സെർച്ചിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചിലപ്പോൾ സെർച്ചിങ്ങിൽ ഉള്ളതാണ് പേരെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. സെർച്ചിൽ ഇല്ലാത്ത പേരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി സെർച്ചിൽ വരത്തക്ക പേര് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ വരത്തക്ക രീതിയിലുള്ള പേരാണ് ഇടേണ്ടത്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൽ വരാത്ത പേരുകൾ നമ്മൾ
വേണം നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാൻ. എന്നാലേ അത് സെർച്ചിങ്ങിൽ നമുക്ക് വരത്തുള്ളൂ. വീണ്ടും നമ്മൾ കുറേ വീഡിയോകൾ 4-5 വീഡിയോകളൊക്കെ ചെയ്ത് കഴിയുന്നതന്നെ അത് സെർച്ചിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാറ്റാനായിട്ട് പറ്റും. നമുക്ക് അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അതിനുവേണ്ടിയാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ ഉള്ളത്. അത് പേര് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഇതിനു വേണ്ടിയാണ് താനും. പക്ഷെ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പങ്ങളുണ്ടാകും. നമുക്കിങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഫ്രീസ് ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. ഇനി അൺഫ്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കറക്റ്റ് സമയം, ഏത് സമയത്താണ് നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അപ്ലോഡ് ചെയ്യുന്ന സമയം. ഇപ്പം നമ്മൾ വൈകിട്ട് ഒരു 6 മണിക്കാണെന്നുണ്ടെങ്കിൽ ആ 6 മണിക്ക് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ഏതൊക്കെ ദിവസങ്ങളിലാണെന്ന് വെച്ചാൽ അതേ ദിവസങ്ങളിൽ, അങ്ങനെ ആഴ്ചയിൽ ഇപ്പോൾ 3 ദിവസമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമാണെങ്കിൽ അങ്ങനെ, ആഴ്ചയിൽ 1 ദിവസമാണെങ്കിൽ അങ്ങനെ. അത് ഏത് തരത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ തരത്തിൽ അതേ ടൈമിങ്ങിലും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് അൺഫ്രീസ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഫ്രീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അൺഫ്രീസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വലിയ കുഴപ്പമില്ലാതെ തനിയെ അൺഫ്രീസ് ആവും. ഓക്കെ, അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ചാനൽ, എൻ്റെ ഒരു 10-12 വീഡിയോകൾ, അത് ഞാൻ ചെയ്ത ഒരു തെറ്റുകൊണ്ടാണ്. അതൊക്കെ പെട്ടെന്ന് ഞാൻ 2 പ്രാവശ്യം ചാനലിൻ്റെ പേര് മാറ്റുകയും അതുപോലെ തന്നെ ആ സമയം തന്നെ ഞാൻ എന്താണ് ചെയ്തത്, ഞാൻ കുറച്ച് വീഡിയോ ഉണക്ക് വേണ്ടാത്ത കുറേ ഷോർട്ട് വീഡിയോ ഉണ്ടായിരുന്നു. ആ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കുറേ അധികം വീഡിയോകൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് വേണ്ടാത്തതെന്ന് തോന്നിയ ചാനലിന് കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെടുന്ന വീഡിയോ അല്ലാതെ ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചാനൽ എൻ്റെ ഫ്രീസായി. ഇതാണ് മെയിനായിട്ടുള്ള കാരണം. ചാനൽ ഫ്രീസ് ആയി കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്യുകയും കൂടെ ചെയ്തത്. ചാനലിൻ്റെ പേര് ആദ്യമേ മാറ്റിയപ്പോഴാണ് ഫ്രീസ് ആയത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ കൂടെ ഡിലീറ്റ് ചെയ്തു. എന്തായാലും ഫ്രീസ് ആയില്ലേ, അപ്പോൾ എന്നാൽ ഈ സമയം കുറച്ച് വീഡിയോ കൂടെ ഡിലീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കുറേ സമയം അത് അങ്ങനെ തന്നെ നിന്നു, അൺഫ്രീസ് ആകാതെ നിന്നു. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ അത് അൺഫ്രീസ് ആയിട്ടുണ്ട്. ആ രീതിയിലേക്ക് ഇനി അങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും, കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ ചാനലിൽ ഇപ്പോൾ ഒരു വർഷത്തിനിടയിൽ തന്നെ ഒരു 3 പ്രാവശ്യം, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉൾപ്പെടെ 3 പ്രാവശ്യം ഫ്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അൺഫ്രീസ് ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഇതുപോലൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കറക്റ്റായിട്ട് ഉള്ള സമയങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യുക. നല്ല വീഡിയോയ്ക്ക് ക്വാളിറ്റി നല്ല രീതിയിലായിരിക്കണം. അതുകൊണ്ട് തന്നെ സൗണ്ട്, എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന നേരത്തെ എങ്ങനെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ പോയിരുന്നോ അതേ രീതിയിലുള്ള അതേ തരത്തിൽ തന്നെ ഒരു ചേഞ്ചിങ്ങും വരുത്താതെ അതേ രീതിയിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അൺഫ്രീസ് ആകും. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം, അൺഫ്രീസ് ആകാൻ വേണ്ടി. ഓക്കെ, ഇതൊക്കെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.